ആരും ഒന്നും മിണ്ടുന്നില്ല ഇപ്പം, ആരും ഒന്നും ചെയ്യുന്നില്ല ഇപ്പം, മിണ്ടാൻ പേടിയായിട്ടിരിക്കുന്നു. കലയെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ആരൊക്കെയോ അത് സെൻസർ ചെയ്യുന്നൊരു ഫീലുണ്ട് നമുക്ക്. അത് എഴുതിക്കൂടാ, ഇത് എഴുതിക്കൂടാ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി പറയരുത്, അതിനെപ്പറ്റി പറഞ്ഞാൽ കഴിഞ്ഞു, വലിയ കുഴപ്പം, അന്ന് അതും വേണ്ട അങ്ങനെ പറഞ്ഞു പിടിച്ച് വരുമ്പം ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ഒരു ഫ്രീഡം ഇല്ല. സത്യമാണ്. നമ്മളാരും അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്ത് വസ്തുത. ഇപ്പോഴും അതവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് ഒരു ടിക്കിംഗ് ടൈം ബോംബ്. ഇനി എന്നാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഇതൊന്നും ഹീഡ് ചെയ്യാതെ ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുക ധൈര്യപൂർവ്വം. എന്താണ് ഇനി ഇതിനപ്പുറത്തേക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചാൽ അവാർഡടിക്കാനുള്ള പരിപാടി നമ്മൾ മനസ്സിലാക്കുന്നൊന്നുമില്ല. കിട്ടിയാൽ മേടിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അതല്ല മെയിൻ. നമ്മൾ ഉദ്ദേശിക്കാത്തടത്ത് പുക വന്നു. അപ്പം നമ്മളിത് ഇങ്ങനെ ബലം പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്ത് സംഭവിക്കാം. ഇപ്പൊ ഈ ബ്രഹ്മപുരം നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് അറിയുള്ളൂ ഇതൊരു ട്രാജഡിയാണ്, അങ്ങനെയാണ്. അതല്ലാണ്ട് എന്തെങ്കിലും ഡീപ്പായിട്ട് ഒരു സ്റ്റോറി ഉണ്ടോ? അത് ശരിയല്ലല്ലോ പറയുന്നത്. ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കാല്ലേ? നമ്മൾ കോഴിക്ക് തീറ്റിട്ട് കൊടുക്കുന്ന ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കാൻ പറ്റും. ലൂസിഫറിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ എമ്പുരാനിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാനിത് രാജനോട് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയാനെ എന്ന് പറഞ്ഞായിരുന്നു. മറ്റേ പടത്തേക്കാളും ഒന്നുകൂടെ നന്നാക്കണമെന്ന് അവർക്കുണ്ട്. കുറെ നേരം ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് തമാശ ഫുള്ള് തമാശയാണ്. നീ സീരിയസ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതുവരെ എന്നുള്ള സിനിമേനെ പറ്റിയിട്ടാണ്. എൻ്റെ കൂടെ ഉള്ളത് കലാഭവൻ ഷാജോൺ, മനുരാജ്, പിന്നെ നമ്മുടെ സിനിമ ഡയറക്ടർ അനിൽ തോമസ് സാറാണ്. സോ ഞാനിതിൻ്റെ ട്രെയിലർ കണ്ടു. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഒന്ന് സ്റ്റഡിയൊക്കെ നടത്തി. അപ്പോൾ ബ്രഹ്മപുരം പറ്റിയൊരു ഇൻസിഡന്റ് ആണെന്ന് കേട്ടു. എന്താണ് ഇതുവരെ? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്നാണ് അതിന്റെ പേര്. മാലിന്യ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് പ്ലാന്റ് എന്നുള്ളത്. അതൊരിക്കലും ഒരു വേസ്റ്റ് പ്ലാന്റ്, അതൊരു ഡംപിങ് യാർഡാണ്. കാരണം മാലിന്യ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൈക്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു പ്ലാന്റ് ആണ്. അതല്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു സ്റ്റഡിയും എന്തുകൊണ്ട് അത് അവിടെ സംഭവിച്ചു, അതെന്താണ് ഇപ്പോഴും തുടരുന്നതെന്നുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഇതുവരെ. ബ്രഹ്മപുരത്തിൻ്റെ ആ ഒരു വലിയ ട്രാജഡി സംഭവിച്ചതിന് മുന്നേ ആണ് ഈ കഥ ശരിക്കും സാറ് ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചതെന്ന്. പക്ഷേ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും അതൊരു ട്രാജഡി ആയി മാറി. അപ്പോൾ ഇതിൽ എങ്ങാനും ഈ പറഞ്ഞ പോലെ വല്ല തീയൊക്കെ കൊണ്ടിട്ടത് സാറാണോ? ഞാൻ അങ്ങനെ ഒരു തമാശ പോലെ കേട്ടായിരുന്നു. അല്ലല്ല, ഇത് എന്നാന്ന് വെച്ചാൽ 2006-2007 കാലഘട്ടത്തിലാണ് അവിടുത്തെ ഈ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അതിനുശേഷം ചെറിയ ചെറിയ ഫയർ ഔട്ട് ബ്രേക്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും മേജറായിട്ടുള്ള ഈ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം പല സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ 1-2 പേര് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം സിനിമയ്ക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പല ഘട്ടങ്ങളിൽ ഒരു വാർണിംഗ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഇതിനും അപ്പുറത്തേക്കുള്ള ഒരു ദുരന്തം സംഭവിക്കാം. പക്ഷെ നമ്മളാരും അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്തൊരു വസ്തുത. ഏറ്റവും അവസാനം 2023 ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് വരെ ഇതിനൊരു വ്യാപ്തി ആരും മനസ്സിലാക്കിയില്ല. ഇപ്പോഴും അതവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് ഒരു ടിക്കിംഗ് ടൈം ബോംബ്. ഇതിനപ്പുറത്തേക്ക് ഇനി നമ്മൾ കാത്തിരിക്കുകയാണോ എന്നുള്ള ഒരു ആശങ്ക പോലും എനിക്കുണ്ട്. കാരണം ഇനി എന്നാണ് നമ്മൾ പഠിക്കുന്നത്? ഇത്രയും വലിയൊരു വാർണിങ്ങും കാര്യങ്ങളും എല്ലാം വന്നിട്ട്, പ്രകൃതിയിൽ നിന്ന് വന്നിട്ട് നമ്മളിതൊന്നും ഹീഡ് ചെയ്യാതെ ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുക ധൈര്യപൂർവ്വം. എന്താണ് ഇനി ഇതിനപ്പുറത്തേക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സാർ എങ്ങനെ ഇത് പ്രെഡിക്റ്റ് ചെയ്തു ഈ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഇങ്ങനത്തെ? അതിന്റെ സൂചനകൾ അവിടുന്ന് തന്നെ വന്നിട്ടുണ്ട്. 2012 ഒരു 6-7 ഡേയ്സ് നീണ്ടു നിന്ന ഒരു ഫയർ ഔട്ട് ബ്രേക്ക് 2012 വന്നിട്ടുണ്ട്. അപ്പം അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു റീസൈക്ലിംഗ് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥലത്ത് അതല്ല സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം 2023 വന്ന് നിൽക്കുന്നത് ഇതിലും വലിയൊരു, ആ ഏരിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. കാരണം ഇതിൻ്റെ ഒരു ഫൗൾ സ്മെല്ല്, അല്ലെങ്കിൽ ഈ ഫയർ ഔട്ട് ബ്രേക്ക് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ്, ഇതെല്ലാം സമൂഹത്തിന് വലിയൊരു വിപത്താണ്. ഇതിനേക്കാളെല്ലാം ഇതുവരെ കൈകാര്യം ചെയ്യുന്ന ഈ പ്രമേയം ഇനി കൂടുതൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ 2 വാട്ടർ ബോഡീസ് അതിഭീകരമായി പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. അത് ഓൾറെഡി ഇപ്പം റീസെന്റ് പഠനങ്ങൾ വരെ ചിത്രപ്പുഴയും കടമ്പറയാറിലെയും വെള്ളങ്ങൾ പൊല്യൂട്ടഡ് ആയതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയുണ്ട്. അപ്പം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതാണ് നമ്മുടെ സിനിമ പരാമർശിച്ചു പോകുന്നത്.
ഇപ്പോൾ സാറിൻ്റെ നേരത്തെ പടം മിന്നാ മിനുങ്ങ, അപ്പോൾ അതിൽ സുരഭി ലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ പടത്തിൽ ഷാജോൺ സാറിന് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടോ? ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഒരുപാട് പേര് ചോദിച്ചു. അത് അല്ലേട്ടൻ്റെ ഒരു സിനിമയിലൂടെ സുരഭി ലക്ഷ്മിക്ക് അങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഞാനങ്ങനെ സീരിയസ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ ഒരു 25-26 വർഷത്തോളമായിട്ട് എനിക്ക് അല്ലേട്ടനെ അറിയാം, മനസ്സിലായില്ല. അപ്പം ഞാനൊരു ചാനലിന് വേണ്ടിയിട്ട് ഒരു കോമഡി ഷോ ചെയ്തപ്പം അത് ഡയറക്റ്റ് ചെയ്തും പ്രൊഡ്യൂസ് ചെയ്തൊക്കെ അല്ലേട്ടനാണ്. അപ്പം അന്ന് മുതൽ എനിക്ക് അല്ലേട്ടനെ അറിയാം. അതിനുശേഷം അല്ലേട്ടൻ സിനിമയിൽ വന്നു, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു, സിനിമ എഴുതി, ഞാനും സിനിമയിൽ വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അല്ലേട്ടൻ എന്നോട് ഷാജോൺ ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം അതൊരു ക്വാളിറ്റി ഉള്ളൊരു സിനിമയായിരിക്കും എന്ന് എനിക്കറിയാം. കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നോക്കുന്നത് നമുക്ക് പെർഫോം ചെയ്യാൻ എന്താണ് ഉള്ളതെന്നുള്ളതല്ല, നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചെയ്യാത്ത രീതിയിലുള്ളൊരു കഥാപാത്രം അങ്ങനെ വരിക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോഴേ നമ്മൾ കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷമാണ് അല്ലേട്ടൻ വീണ്ടും ഡയറക്റ്റ് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ പിന്നെ മിന്നാമിനിക്കിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു അവാർഡിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ മനസ്സിലാക്കുന്നൊന്നുമില്ല, കിട്ടിയാൽ മേടിക്കും അത്രേ ഉള്ളൂ. പക്ഷെ അതല്ല മെയിൻ. അതല്ലാതെ അവാർഡ് വേണ്ടാന്നുള്ളത്, അവാർഡ് ഒരു ചെറിയ കാര്യമാണെന്നൊന്നും ഞാൻ അതിനകത്ത് മീൻ ചെയ്യുന്നില്ല. നമുക്ക് അല്ലേട്ടൻ നമ്മളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചതിൻ്റെ ഒരു എത്രയെങ്കിലും പെർസെൻറ്റേജ്, ഒരു 75% എങ്കിലും നമ്മൾ ഭംഗിയായി ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പം അല്ലേട്ടൻ ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴും പിന്നെ ഫുൾ സിനിമ കണ്ടിട്ടില്ല. പിന്നെ കണ്ട ആൾ ഔസഫച്ചൻ സാറാണ്. ഔസഫച്ചൻ സാറ് RR ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ജനങ്ങൾ അവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഈ 8-ാം തീയതി നമ്മൾ തിയേറ്ററിലേക്ക് വരികയാണ്. ജനങ്ങൾ കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയട്ടെ, അവരിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം പിന്നെ ബോണസാണ്. കിട്ടിയില്ലെങ്കിലും അതൊക്കെ സന്തോഷമാണ്. അതിപ്പം ഞാൻ പറയുന്ന അല്ലേട്ടനാണ് ഇതിനു വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പുറകെ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു ക്യാരക്ടർ അതിനുവേണ്ടി അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് കിട്ടുമോ അതിരിക്കുമോ എന്നുള്ളതൊന്നുമല്ല. അല്ലേട്ടൻ എന്തെങ്കിലും ഒരു റെക്കഗ്നൈസേഷൻ കിട്ടണം എന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും കിട്ടട്ടെ. എന്താണ് ഈ സിനിമയുടെ ക്യാരക്ടർ? എന്താണ്? എൻ്റെ ക്യാരക്ടർ ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഉടനീളം ഈ ഇതിൻ്റെ അകത്തോടെ ഒരു സെറ്റിൽമെൻറ്റിലൂടെ പോകുന്ന ഒരു കഥാപാത്രമാണ്. കൈലിമുണ്ട് കൊടുത്ത് ഒരു കർഷകൻ ആണ്. ഇതിൻ്റെ അകത്തൊരു മെസ്സേജ് പറയുന്നത് ഇതുവരെ സംഭവിച്ചു, ഇനി ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു നല്ലൊരു മെസ്സേജ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫാമിലിക്ക് പറ്റിയ ഒരു സ്നേഹം, ഒരു നന്മ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് ഈ ഒരു സബ്ജക്റ്റ് അല്ലാതെ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവരും കൂടെ കോർത്തിണക്കിക്കൊണ്ട് അത് ഒരു നല്ല കോമ്പിനേഷനിൽ അത് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ബ്രഹ്മപുരം നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് അറിയുള്ളൂ ഇതൊരു ട്രാജഡിയാണ്, അങ്ങനെയാണ്. അപ്പോൾ അതല്ലാണ്ട് എന്തെങ്കിലും ഡീപ്പായിട്ടൊരു സ്റ്റോറി ഉണ്ട്? പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഫാമിലിയുടെ അറ്റ്മോസ്ഫിയറിലൂടെയാണ് ഈ സാധനം പറയുന്നത് മുഴുവൻ. പക്ഷെ അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിനിമ നമ്മൾ കാണാനുള്ളൊരു നമ്മൾ അത് ശരിയല്ലല്ലോ പറയുന്നത്. ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കാമല്ലോ. കാരണം ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കുകയല്ല, ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മൾ ചുമ്മാ കോഴിക്ക് തീറ്റിട്ട് കൊടുക്കുന്നത് ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ട് സിനിമയിലെ ആളെ കയറ്റുന്ന പരിപാടി ഇതിന് വേണ്ട. കാരണം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എൻ്റെ എഴുതിക്കൊണ്ട് പറയട്ടെ, ബ്രില്യൻ്റ് ആയിട്ടൊരു സ്ക്രിപ്റ്റിൻ്റെ അകത്തുണ്ട്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഭാഗമായി അത് നിന്നു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു നന്മയുള്ള ചിത്രമായിരിക്കും തീർച്ചയായിട്ടും ഇതുവരെ. ഈ കഥയിൽ ഈ ഒരു ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ലാസ്റ്റത്തെ ഒരു പഞ്ച ഡയലോഗ് ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം പലരുടെ ദയയിലാണെന്ന്. അത് ശരിക്കും തട്ടിയ ഒരു ഡയലോഗാ. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അല്ല, അത് എഴുതിയ ആള് അല്ലേട്ടൻ തന്നെ പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, പറഞ്ഞ ഷാജോൺ പറഞ്ഞാൽ മതി. എഴുതിയതാണെങ്കിലും അവതരിപ്പിച്ചവരും കൂടി പറഞ്ഞു. അല്ല, പല കാര്യങ്ങളും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പം ഞങ്ങളെല്ലാം കലാകാരന്മാരാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ പറയാം, നമുക്ക് പലപ്പോഴും എന്താണ് ഇപ്പം ഒരു സിനിമ എന്ന് മാത്രമല്ല, ഒരു കവിതയാണെങ്കിലും ഒരു കഥയാണെങ്കിലും ഒക്കെ കൂടി ആരൊക്കെയോ അത് സെൻസർ ചെയ്യുന്നൊരു ഫീലുണ്ട് നമുക്ക്. അത് എഴുതിക്കൂടാ, ഇത് എഴുതിക്കൂടാ, അത് പറഞ്ഞുകൂടാ, അതിനെപ്പറ്റി പറഞ്ഞുകൂടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ തന്നെ പേടിയാണ് എല്ലാവർക്കും. അതിനെപ്പറ്റി പറഞ്ഞാൽ അതെങ്ങനെയാവും, അത് കുഴപ്പമാവും കേട്ടോ, അത് മറ്റേ പ്രശ്നമാവും ആണല്ലേ, അത് വേണ്ട അതിനെപ്പറ്റി പറയരുത്, അതിനെപ്പറ്റി പറഞ്ഞാൽ കഴിഞ്ഞു, വലിയ കുഴപ്പം, അത് വേണ്ട അങ്ങനെ പറഞ്ഞു പിടിച്ച് വരുമ്പം ഒന്നും ഉണ്ടാവില്ല. ഫ്രീഡം ഇല്ല. സത്യമാണ്. അതെ, നമ്മൾ കലാകാരന്മാരായതുകൊണ്ട് നമ്മുടെ
ഫീൽഡിനെ പറ്റി നമ്മൾ പറയുന്നത് അതിനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നു, ചിലർ ഏതെങ്കിലും ഒരു മതത്തെ പറ്റുമ്പോൾ അത് കുഴപ്പമാകും, ഇത് കുഴപ്പമാകും എന്ന് പറയുന്നു. അപ്പം മുൻപുണ്ടായിരുന്ന ഒരുപാട് നല്ല നല്ല ആർട്ടുകൾ, അത് സിനിമയായിക്കോട്ടെ, ഏത് രീതി, കവിതയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, ഒരുപാട് ഗംഭീര ഇത് പിന്നെ ക്രിയേറ്റീവ് സൈഡിൽ വന്നിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത്, മലയാളികൾക്ക്. പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല ഇപ്പം, ആരും ഒന്നും ചെയ്യുന്നില്ല ഇപ്പം, മിണ്ടാൻ പേടിയായിട്ടിരിക്കുന്നു. അതിന്റെ എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് സെൻസറിനോട് ഇപ്പം ഫെവിക്കോളോട് കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഉണ്ടായിരിക്കാൻ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു അതൊരു ഒരുപാട് അത് ബാധിക്കുന്നുണ്ട്, കലയെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാറാണെങ്കിൽ ഇപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് നിന്ന് നേരെ ആക്ടിങ്ങിലേക്ക് കയറി, പിന്നെ അവിടുന്ന് കുറേ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തു, പിന്നെ കുറേ വില്ലൻ ചെയ്തു, ഇപ്പോൾ ഇതേ ഫൈനലി ടു എ മെയിൻ ലീഡ് റോൾ. ആ ഒരു കഥ, ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ പറയുന്ന പോലെ നമ്മൾ മിമിക്രിക്കാരനായിരുന്നു, നമ്മൾ ചെറിയ ചെറിയ സിനിമയിൽ വേഷങ്ങളിലൂടെ സിനിമയിൽ വന്നു, കുറേ നാൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല വേഷങ്ങൾ കിട്ടുന്നു, അത് കഴിഞ്ഞൊരു ഹ്യൂമർ കൊമേഡിയൻ എന്നുള്ള ലെവലിലേക്ക് വരുന്നു, പിന്നെ ഒരു ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന ഒരാളാണ്, വില്ലൻ വേഷങ്ങൾ വരുന്നു. അപ്പം ഇതുവരെ പോലുള്ള സിനിമകൾ വരുന്നു. ഇതിനുശേഷം ഞാൻ സെൻട്രൽ ക്യാരക്ടർ എന്ന മറ്റൊരു സിനിമ വരുന്നുണ്ട്, CD രാമേന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്നൊരു സിനിമ. അതും ഇതിന് പുറകെ റിലീസാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നല്ലൊരു സബ്ജക്റ്റാണത്. അപ്പം ഇങ്ങനെയുള്ള സിനിമകളിലേക്കൊക്കെ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വലിയ ഭാഗ്യം ചെയ്യണം ഇങ്ങനെയുള്ള സിനിമകളിലോട്ട്. അത് ഒരു കലാകാരനെ സംബന്ധിച്ച് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുക, അത് ഹീറോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ഇമേജ് അല്ലല്ലോ ഇപ്പം. നമുക്ക് ഇത് പറയുമ്പോൾ ഒരു കഥയിലൊരു പ്രധാന വേഷം ചെയ്യുക, അപ്പോൾ അതിലേക്ക് നമ്മൾ ആപ്റ്റാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അതെ, പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എല്ലാത്തരം വേഷങ്ങളും എനിക്ക് ഈ പറയുന്ന പോലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാന്നുള്ളതല്ല, നമ്മൾ എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ പറ്റില്ല. ഒരു വില്ലനാണോ, അത് എന്താണ് മെയിൻ ലീഡ് റോളാണോ, സൈഡ് റോളാണോ ഒന്നുമില്ല. നമ്മൾ പെർഫോം ചെയ്യുന്ന ആ ഒരു ഏരിയ നമുക്ക് എന്തെങ്കിലും നമുക്കുണ്ടാവണം, നമുക്കൊരു സ്പേസ് ആ സിനിമയിലുണ്ടാവണം, അത് മാത്രം നോക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന വില്ലൻ ക്യാരക്ടർ ലൂസിഫറിൽ, ആ ലൂസിഫറിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ എമ്പുരാനിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ ഞാനിത് രാജനോട് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിയാനേ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതങ്ങനെയാണ്, അത് മറ്റേ പടത്തേക്കാളും ഒന്നുകൂടെ നന്നാക്കണമെന്ന് അവർക്കുണ്ട്. അത് അല്ലേ കുറെ നേരം ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് തമാശ ഫുള്ള് തമാശയാണ്. കണ്ടോ, ഫുള്ള് തമാശയാണ്. നീ സീരിയസ് ആയിട്ട് ഒരു കാര്യമില്ല. പെൺപിള്ളേർ ഇത് മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. നമുക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഇഷ്ടം, കൂടുതൽ സംസാരിക്കാനൊക്കെ. അപ്പൊ മനുരാജ് സാറിന്റെ അങ്ങനെ അത് ശരിക്കും ട്രോളാണോ അല്ലെങ്കിൽ ശരിക്കും എങ്ങനെയാണോ? നിങ്ങളത് എടുത്തു പറയുന്നത് കേൾക്കുമ്പോ പുള്ളിയുടെ പേര് മൻരാജ് ആണ്. പുള്ളിയെ വിളിക്കുന്നത് മൻരാജ് എന്നാണ്. മനുരാജ് എന്നുള്ള പേര് പുള്ളിക്ക് താല്പര്യമില്ല, അത് പുള്ളി മാറ്റിയിട്ടുണ്ട്, മൻരാജ് ആണ്. സാർ ഇപ്പോൾ റിയൽ ലൈഫിൽ എങ്ങനെയാ സാറിന്റെ ക്യാരക്ടർ? ഞാൻ കുറെ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. സാർ റിയൽ ലൈഫിൽ ആരാ ശരിക്കും? റിയൽ ലൈഫിൽ നമ്മൾ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് പോവുക, കാരണം എൻജോയ് ചെയ്ത് പോവുക. നമ്മളിപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ ബലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം കൊറോണ വന്നു, 2018 വെള്ളപ്പൊക്കം ഉണ്ടായി, 2019 സെയിം സമയത്ത് ഉണ്ടായി, ഉരുള് പൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഉരുള് പൊട്ടി. ഇത് പുക നമ്മൾ ഉദ്ദേശിക്കാത്തടത്ത് പുക വന്നു. എന്താ അപ്പം നമ്മളിത് ഇങ്ങനെ ബലം പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം, അല്ലേ? ഒരു കാര്യമില്ല, എന്ത് സംഭവിക്കാം. അതുകൊണ്ട് ഉള്ള നേരത്തിനുള്ള പൈസയൊക്കെ തന്നെ ഞങ്ങൾക്ക് ചിലവൊക്കെ ചെയ്ത് അല്ല, ഈ സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പടം കാണുമ്പോൾ ഒരാൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം ഫാമിലിക്ക് തികച്ചും എല്ലാത്തരം ഫാമിലിക്കും ഇത് കൂടുതൽ മനസ്സിലാക്കാവുന്ന ഒരു ചിത്രമാണ്. കാരണം നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഇതുവരെ കണ്ടിട്ട് ഇനി മോശമാണെന്ന് ഇനിയിപ്പോൾ സാറിന് നമ്മൾ ചാനലിൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ് നാളെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണ്ട, അത് നുണ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് തീർച്ചയായിട്ടും അപ്പം നമ്മൾ നല്ല സിനിമകൾ വിജയിക്കണം, അത് നല്ല സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് എൻ്റെ സന്തോഷം. ഇനി സാറിൻ്റെ ഇതുപോലത്തെ ഇനി കുറച്ചും കൂടെ
എക്സെൻട്രിക് ആയിട്ടുള്ള ഇനി സിനിമകൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് എക്സെൻട്രിക് അല്ല, ഇതുവരെ അങ്ങനത്തെ ഓരോരോ പോലത്തെ അങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത്തിരി വിട്ടുമാറിയിരിക്കുന്നത്? ഒരു നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമുക്ക് സ്ട്രൈക്ക് ചെയ്യപ്പെടുന്ന തോട്ടുകളാണ് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഇത് വരുന്നത്. കാരണം വെച്ചാൽ ഇതൊരു സാമൂഹിക പ്രതിബദ്ധത, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളതല്ല, സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളോട് തന്നെ ഒരു ചോദ്യം എന്നുള്ളൊരു ചോദ്യം. ഇപ്പം മനു മുമ്പേ പറഞ്ഞ പോലെ ഇത് ബ്രഹ്മപുരം എന്ന ഇതിൽ ഒതുങ്ങുന്നതല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിക്രമൻ നായർ എന്ന് പറഞ്ഞ പ്രൊട്ടോഗണിസ്റ്റ് ബ്രഹ്മപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണ്. പക്ഷേ ഒരിക്കലും വിക്രമൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു പരാജയമല്ല. അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് ഇതുവരെ ഇതിലൂടെ നമ്മൾ പൊട്രേ ചെയ്ത് പറയുന്നത്. അതാണ് സിനിമയുടെ ഒരു മെസ്സേജും. ഇത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അവശേഷിച്ച് എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പരാജയമാണ്. അതൊരു ഭരണകർത്താവിനെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയോ അങ്ങനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, നമ്മുടെ എല്ലാം പരാജയമാണെന്നുള്ള ഒരു ലെവലിലേക്ക് വരുന്നിടത്താണ് ഈ സിനിമ നിൽക്കുന്നത്. ഇനി സിനിമ ഇനി അടിപൊളിയായിട്ട് വിജയിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു യുവർ ഹോൾ ടീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.